ഇ ഡി അന്വേഷണം UDF നേതാക്കളിലേക്കും എത്തുകയാണ്. CMRL MD ശശിധരൻ കർത്തയുടെ ഡയറിയിൽ ചുരുക്കപ്പേരുള്ള നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്തേക്കും. നീ ആള് കൊള്ളാലോടാവേ. അങ്ങനെയെങ്കിൽ നിലവിലെ മന്ത്രിസഭാംഗങ്ങളിലേക്കും അന്വേഷണം എത്തും. വിശദാംശങ്ങൾ PS വിമൽ നൽകും. വിമൽ, അപ്പോൾ KK, OC, RC എന്നുള്ള പേരുകളിലേക്കും ഒക്കെ അന്വേഷണം വരികയാണ്. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. അപ്പോൾ പിടിമുറുക്കാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം, അല്ലേ? ബിഞ്ചു, ഇന്നലെ നടന്നത് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നാണ് ഇഡിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം CMRL എക്സാലോജിക് ഇടപാടിലെ പരിശോധനയാണ് ഇന്നലെ നടന്നത്. 12 ഇടങ്ങളിലായിരുന്നു ഈ പരിശോധന. ഇവിടെ നിന്നും നിർണായകമായ പല രേഖകളും, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും ഒപ്പം തന്നെ CMRL ഓഫീസിൽ നിന്നും ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. സന്തോഷായോ? ഈ രേഖകൾ വിശദമായി ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് ഇന്നലെ വൈകിട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇഡി ഒരു കാര്യം വ്യക്തമായി തന്നെ പറയുന്നത്, CMRLുമായി നടത്തിയിട്ടുള്ള CMRLന്റെ എല്ലാ ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിലേക്കും അന്വേഷണം പോകുമെന്നുള്ളത്. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ? അങ്ങനെ വരുമ്പോഴാണ് ശശിധരൻ കർത്തയുടെ ഡയറിയിലുള്ളവരിലേക്കും അന്വേഷണം പോകുന്നത്. അതിൽ UDF നേതാക്കളും LDF നേതാക്കളും ഒപ്പം തന്നെ BJP നേതാക്കൾ അടക്കമുള്ളവരും ഉണ്ട്. ഇവരിലേക്കൊക്കെ അന്വേഷണം പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ ഇഡിയിൽ നിന്നും ലഭിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഇഡി ഏതാണ്ട് വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. അതായത് കൃത്യമായി തന്നെ ഇഡിയിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CMRL നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടിയാണ് പണം മേടിച്ചത് എന്നാണ് സമ്മതിച്ചിട്ടുള്ളത്. നിലവിൽ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. പോലത്തെ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ എന്താ ചെയ്യാ? വല്ലാത്ത മനുഷ്യന്മാരെ നിങ്ങളൊക്കെ